നമ്മൾ ഈ താറാവിൻ്റെ കൃഷിയെല്ലാം നമ്മൾ കളഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു കോഴിയുടെ കൃഷിയിലോട്ട് ഇന്ത്യയുടെ കോഴി അവിടെ പോയി. ഇതിപ്പം ചെറിയ കോഴിയാണ്. മറ്റേ എന്തിയായിരുന്നു? അതെ, ഇത് കണ്ടു. ഇത് നമ്മുടെ ഒരു നാടൻ കോഴിയാണ്. പത്തനംതിട്ടയിൽ നിന്ന് മേടിച്ചാണ്. കൊണ്ട് ഇത്രയും വലിപ്പമുള്ള അതിന് എന്നാ വലിപ്പമുണ്ടെന്ന് ഉള്ളത് നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പടമുണ്ട്. ഇത് മുട്ടയിടുന്ന പടയാണ്. ആ ചെരുപ്പിൻ്റെ വലിപ്പമൊക്കെ ആയിട്ട് നിങ്ങൾക്കറിയാൻ പറ്റും. നല്ല ഇണങ്ങിയ കോഴിയാണ്, പോകത്തില്ല. 2-3 ദിവസമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് താറാവിനെ കളഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താറാവിനെ ഒരിക്കലും നമുക്ക് വളർത്താൻ പറ്റുകയില്ല ലാഭകരമായിട്ട്. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വളർത്തണമെങ്കിലും കുറഞ്ഞത് ഒരു 2-3 കുളം വേണം. ഒരു 3-4-5 സെൻറ്റിൻ്റെ 2-3 കുളം വേണം. കാരണം താറാവ് ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന സാധനമാണ്. അല്ലാതെ 24 മണിക്കൂറും ചോറിന് വേണ്ടി നേരെ വന്ന് അടുക്കളയുടെ വാതിൽക്ക് വന്ന് നിൽക്കും. അതുകൊണ്ട് ഇവിടെയെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. അപ്പം കുഴപ്പമില്ല. ഈ നാടൻ കോഴിയുടെ ഇതെന്നാന്ന് വെച്ചാൽ, ഇത് തുറന്നു വിട്ട് ഒരിക്കലും നമ്മുടെ ആ അതിര് വിട്ട് പോകത്തില്ല. ആ മതിലിലൊന്ന് കയറി തിരിച്ചിറങ്ങി പിന്നെ അതൊരിക്കലും അങ്ങോട്ട് കയറിയിട്ടില്ല മതിൽ. കാരണം വേറൊരാളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശത്തോട്ട് പോകത്തില്ല. ഇവിടെ ഇപ്പം നമ്മളുമായിട്ട് ശരിക്കുവാണെങ്കിൽ അപ്പോൾ ഇതിന് ഇതുപോലെ ഒരു മുട്ടയിടാൻ വേണ്ടി ഒരു അങ്ങോട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെ വന്ന് ഡെയിലി ഒരെണ്ണം മുട്ടയിടുന്നുണ്ട്. അത് പൊരുന്നാളുള്ള ലക്ഷണമൊക്കെ ആയി. മുട്ടയൊക്കെ വളരെ ചെറുതാണ്. ഇതൊന്നും ഒരിക്കലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഏറ്റവും ചെറിയ നാടൻ കോഴിയാണ്. അപ്പോൾ ഇതിൻ്റെ വലുത് കോട്ടയത്തൊക്കെ കാണുന്ന അറുപതാന്തരം എന്നൊക്കെ ഇന്ന് പറയുന്ന കോഴികളുണ്ട്. അതിൻ്റെയൊക്കെ മുട്ട കൊടുക്കുക. അല്ലെ തലശ്ശേരി കോഴിയാണ് കുറച്ചുകൂടെ വലിപ്പമുള്ള മുട്ടയാണ്, കുറച്ചുകൂടെ വലിപ്പമുള്ള കോഴിയാണ്. ഇതൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷേ അതിനൊക്കെയെന്ന് പറഞ്ഞാൽ അതിനൊക്കെ തീറ്റി കൂടുതൽ കൊടുക്കണം. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു പോകും. ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഇവിടെ തന്നെ നിൽക്കും. അപ്പം ഞാൻ ഇതിന് 0 കോസ്റ്റിലാണ് വളർത്തുന്നത്. ഇത് പറമ്പിലെ പുല്ലും പുഴുവിനെയൊക്കെ തിന്നാണ് വളരുന്നത്. അപ്പം ഞാൻ പട്ടിക്കൂട് അങ്ങ് മാറ്റി ഒരു കോഴിക്കൂടാക്കി. ഇപ്പോൾ ഇത് മുകളിൽ കയറി ഇങ്ങനെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ എനിക്ക് പൂവൻ താറാവിനെ കൊടുത്തതിൻ്റെ അത് വിഷമമുണ്ട്. പൂവൻ താറാവെന്ന് പറഞ്ഞാൽ കണ്ടെത്തി പോയപ്പോൾ ഇവിടെ നിന്ന് വിളിച്ചാൽ വരുമായിരുന്നു. കാരണം നമ്മളൊരു മീനിൻ്റെ ഇതുമായിട്ട് നിന്നാൽ മാത്രം മതി. പുഴുവോ എന്നതെങ്കിലുമായിട്ട് അതിനറിയാം അങ്ങനെയാണ് വിളിക്കുന്നുള്ളൂ. അത് ഓടി എത്ര ദൂരെ പോയാലും ഒരിക്കലും പോകത്തില്ലായിരുന്നു. നമ്മൾ ചെറുപ്പം തൊട്ടേ വളർത്തിക്കൊണ്ടാണ് അങ്ങനെ ഇണങ്ങിയത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു കുളമില്ല. അങ്ങനെ ഇതിനെ ഭയങ്കരമായിട്ട് തീറ്റി ചിലവായതിന് അത് നമുക്ക് ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ട് ഞാനത് വിട്ടതാണ്. നമുക്കൊരു മുട്ട കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നാടൻ കോഴി എന്ന് പറഞ്ഞാൽ ഞാൻ 1 രൂപ പോലും ചിലവില്ലാതെയാണ് ഇതിനെ വളർത്തുന്നത്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഈ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഇത് അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി നിന്നോളും. കുറേ എണ്ണത്തിനെ ഞങ്ങൾ വളർത്താം. പക്ഷേ തൽക്കാലം എനിക്ക് ഇത്രയും മതി. അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടിയാണ്